ഫ്രണ്ട്സ്, ഹൈദരാബാദിലെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമായ ഹലീമിൻ്റെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എന്തോ കഴിക്കാൻ വന്നിരിക്കുന്നത്? മട്ടൻ ഹലീം. ഞങ്ങൾ അങ്ങനെ അവസാനം ഹൈദരാബാദ് വന്നിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മട്ടൻ ഹലീം ഇപ്പോൾ എത്തും. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഹൈദരാബാദിലുള്ളവരോട് ചോദിച്ചിട്ട് പോലും പറഞ്ഞത് നോമ്പ് കാലത്തെ ഇവിടെ ഹലീമുള്ളെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് വാശിയായിരുന്നു ഹലീം എവിടുന്നെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെ അവസാനം ഇവിടെ സലീം കാ ഹലീം എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. 365 ഡേയ്സും അത് ഓപ്പണാണ് എന്നുള്ള വിവരം കൂടെ നിങ്ങൾ അറിയുക. അപ്പം നമ്മൾ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ എവിടെ വന്ന് മേടിക്കണം ഹലീം? സലീം കാ ഹലീമിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഹൈദരാബാദിൽ നോമ്പല്ലാത്ത ടൈമുകളിൽ ഹലീം കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പോൾ ഹലീമിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ബാക്കി ഹലീം വന്നതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഹലീം ഇതാണ്. നമ്മൾ പറഞ്ഞ ഹലീം എന്നല്ല എല്ലാവർക്കും അറിയാം. ഇത് ഞാനിപ്പം ഒന്ന് മിക്സ് ചെയ്യുവാണ്. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം തന്നെ നമ്മളെ പൊണ്ടാട്ടിക്ക് കൊടുത്താലോ? ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ. ആദ്യം പൊക്കിക്കേ, കഴിച്ചു നോക്കിയേ. ഇതാണ് ഞാനിത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ കഴിക്കാത്തവർ ആദ്യം കഴിക്കണമല്ലോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഹലീം. എങ്ങനെയുണ്ട്? അപ്പോൾ ഓരോരുത്തരും ചോദിക്കാം എങ്ങനെയുണ്ട് നൗസി? സൂപ്പറല്ലേ? എങ്ങനെയുണ്ടാ? അടിപൊളി. എങ്ങനെയുണ്ട് സെറീന? എങ്ങനെയുണ്ടാ ഷുഹൈബ? മക്കൾ എങ്ങനെയുണ്ട്? ഞാനിതിന് മുന്നേ ഇത് കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിതാണ് ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു 6-7 വർഷം ഇപ്പം ഞാൻ നിലവിൽ കഴിച്ചിട്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഇപ്പം കഴിക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ഹൈദരാബാദ് വന്നാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞാൻ പറയുന്നത് ഹൈദരാബാദ് ബിരിയാണിയെക്കാട്ടി മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഈ ഹലീം എന്ന് പറയുന്നത്. അത് മിക്കവരും എവിടെ ചോദിച്ചാലും ചിലപ്പോൾ എല്ലാവരും പറയും സാധനം ഇവിടെ ഇല്ല, ഇനി അത് നോമ്പിൻ്റെ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ സലീം കാ ഹലീം എന്ന് പറയുന്ന ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനി ഡേയ്സ് കിട്ടും. ഓക്കെ. അപ്പോൾ ഹൈദരാബാദ് വരുന്നവർ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഹലീം വന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം, മിസ്സാക്കരുത്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ലക്കടിക്ക പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ സലീം കാ ഹലീം എന്ന ഷോപ്പ് ആരാണെങ്കിലും പറഞ്ഞു തരും. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.